1.5 മാസത്തെ ദീർഘമായ മഴക്കാലത്തിന്റെ തുടർച്ചയാണ് കർക്കിടകം. സകല അസുഖങ്ങൾക്ക് പരിഹാരമായ ഒരു മാന്ത്രിക ചെടി അതാണ് കേട്ടോ ചായമൻസ ചീര, ചീരകളുടെ രാജാവ്. തോരൻ വയ്ക്കാൻ സൂപ്പറാണേ. തളിരിലയാണ് തോരൻ വയ്ക്കാൻ ഉത്തമം. ചിലപ്പോഴൊക്കെ നന്നായി തിളപ്പിച്ചൂറ്റി നമുക്ക് തോരൻ വയ്ക്കാം. അപ്പം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ തോരൻ വയ്ക്കാൻ പോകുന്നത്. അതിനായിട്ട് 2 പിടി ചിരകിയ നാളികേരം എടുക്കുന്നുണ്ട്. അതിനകത്തോട്ട് കൊച്ചുള്ളി, ഒരു കുഞ്ഞ് ടീസ്പൂൺ ജീരകം, പിന്നെ 2 പച്ചമുളക്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്തിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ചീരത്തോരൻ രുചികരമായി ഉണ്ടാക്കിയ ചോറിനൊപ്പം ഒരുപാട് കഴിക്കാം. ചായമൻ ചീരയും അങ്ങനത്തെ ഒന്നാണ് കേട്ടോ. അപ്പോൾ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് അതിന് ആവശ്യത്തിലേക്കുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ഞാൻ കടുകാണ് കേട്ടോ പൊട്ടിക്കുന്നത്. പിന്നെ നേരെ ആ ചീര അതിനകത്ത് ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒന്ന് അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നാളികേര കൂട്ടുണ്ടല്ലോ, ആ കൂട്ട് അതിനകത്തേക്ക് ഇട്ട് തേങ്ങ കൂട്ടുകൂടി ഇട്ടാൽ പിന്നെ അധികം വേവാതിരിക്കുന്നതാണ് അതിൻ്റെ രുചിക്കും മണത്തിനും നല്ലത്. അപ്പോൾ ചീരത്തോരൻ റെഡി.